ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ളോഗ്സ്. ഗോബ്സ് വ്ളോഗ്സിന് അനദർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. നമുക്കൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ എടുത്തേക്കുന്നത് മത്തങ്ങ എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു പകുതി മത്തങ്ങയും ഒരു പകുതി വെള്ളരിക്കയും, പിന്നെ ഒരു 4-5 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയതാട്ടോ. അത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് നമ്മൾ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ലേശം മുളക് പൊടിയും കൂടെ ഇടണേ. ലേശം മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം കാണാം. ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടാലോ. ഒരു അരമുറി തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നടക്കാം. ഈ ചാറൊന്ന് പറ്റി വരട്ടെ. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വിധത്തിൽ കിട്ടിയാൽ മതി. കണ്ടോ, അരച്ച് വെച്ചേക്കുന്ന ആ അരപ്പിനകത്തോട്ട് തന്നെ ഇച്ചിരി തൈര് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് തൈരിട്ട് അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഒന്ന് റെഡി ആവട്ടെ. നമ്മുടെ ഇതിൻ്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈരിനി ചേർത്ത് കൊടുക്കാം. തൈരും തേങ്ങയും കൂടെ ഉള്ള അരപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല. മോരുകറിക്കകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് താളിക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് 4 എണ്ണം. പിന്നെ ആവശ്യത്തിന് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക്. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയും വേണം. ഇത്രയും മതി നമുക്ക് താളിക്കാനായിട്ട്. നമുക്ക് താളിച്ചാലോ. ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇനി ആ ചട്ടിയുടെ ചൂട് മാത്രം മതി. നമ്മൾ മോര് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുത്തു. ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടായി നമുക്ക് നോക്കാം. ചൂടില്ലാത്തതുകൊണ്ടായിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കി. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ട് പൊട്ടിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുമന്നുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൊടുത്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ ഫ്രം ഗോപിക.